പവർ കട്ടിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ച യുവാവിന്റെ ഫോൺ പിടിച്ചെടുത്ത സംഭവത്തിൽ പോലീസിന്റെ കള്ളക്കളി. എന്താണ് സംഭവിച്ചെന്നറിയാമോ? അത് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് ആദ്യമായിട്ട് ആ യുവാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ വീഡിയോ എന്ന് നോക്കാം. ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് കേസെടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം ആ വീഡിയോയിലേക്ക്. പോക്കി ഭരണത്തിലൊരു പിതാവിന്റെ ഗതികേടാണ്. പാതിരാത്രി 2:30 കറണ്ട് പോയിട്ട് കുഞ്ഞുങ്ങൾ ഉറക്കാം ചാർജബിൾ ഫാനും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പാതിരാത്രിക്ക് എണ്ണിച്ചിട്ട് കരഞ്ഞിട്ട് ചാർജബിൾ ഫാനാണ് ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറണ്ടില്ല. നല്ല ബെസ്റ്റ് ഭരണം. ആ വീഡിയോ കണ്ടിട്ട് അതിൽ കേസെടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പവർ കട്ട് കാരണം ഒരു മനുഷ്യന്, ഒരു പിതാവിന് അനുഭവിക്കേണ്ടി വന്ന വിഷമം ഫേസ്ബുക്കിലൂടെ അയാൾ ഒരു പോസ്റ്റായി പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. ഇതിന്ന് ഈ നാട്ടിൽ സാധാരണമായി നടക്കുന്നതല്ലേ? ഈ പവർ കട്ട് കാരണം നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണ്. പക്ഷേ അത് കേരള പോലീസിന് ഇഷ്ടപ്പെട്ടില്ല. അത് സർക്കാരിനെതിരായ വിമർശനമാണത്രേ. വിമർശിച്ചാൽ കേസെടുക്കുന്നു. പോലീസ് ഈ ഫോൺ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഈ ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നു. മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയായതോടുകൂടി ഫോൺ തിരിച്ചു നൽകിയെന്ന് ഈ യുവാവിന്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങുകയാണ്. എഴുതി വാങ്ങിയതിനു ശേഷം ആ ഫോൺ വീണ്ടും പോലീസ് പിടിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് കള്ളക്കളി നടന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ ചേരുകയാണ്. ഷാജി, ഒന്ന്, ഇവിടെ സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല എന്ന നിലപാട് കേരള പോലീസ് എടുക്കുന്നു. വിമർശിച്ചാൽ ഫോൺ അടക്കം പിടിച്ചുകൊണ്ട് പോവുകയാണ്. മാധ്യമങ്ങളിൽ വാർത്തയാകുന്നു. വാർത്തയായതിനു ശേഷം ഫോൺ തിരിച്ചു നൽകിയെന്ന് എഴുതി വാങ്ങിയതിനു ശേഷം യുവാവിന്റെ ഫോൺ പിന്നെയും കൊണ്ടുപോവുകയാണ്. വലിയ കള്ളക്കളി കളിക്കുകയാണ് കേരള പോലീസ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ആലപ്പുഴയിൽ കാണാൻ സാധിച്ചത്, മനു. കാര്യം ഇന്നലെ വൈകിട്ടാണ് ഇയാളുടെ ഫോൺ പോലീസ് വാങ്ങുന്നത്. കാര്യം ഇയാളുടെ ഈ പോസ്റ്റ് ആരോ പരാതി കൊടുത്തു. പരാതിക്കാരൻ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു ഉനൈസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് പരാതി കൊടുത്തത്. പക്ഷെ അങ്ങനെ ഒരു പരാതിയോ പരാതിക്കാരനോ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഇയാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, ഫോൺ വാങ്ങിച്ചു വെച്ചു. അതിനുശേഷം കുറെ നേരം സ്റ്റേഷനിൽ പിടിച്ചിരുത്തി. അതിനുശേഷം പറഞ്ഞു വിട്ടു. പരാതിക്കാരൻ വന്നില്ല എന്ന് പറഞ്ഞു വിട്ടു. ഇന്ന് രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞു. വാർത്ത കഴിഞ്ഞ് മാധ്യമങ്ങൾ എല്ലാവരും തന്നെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ഇത്ര കൂടുതലായിട്ട് ഇതിന് വാർത്താ പ്രാധാന്യം നൽകിയതോടെ പോലീസ് വെട്ടിലായി. അങ്ങനെ ഈ മൊബൈൽ തിരിച്ചു കൊടുക്കാം എന്ന് രാവിലെ എത്തിയ അയാളോട് പോലീസ് പറയുകയുണ്ടായി. പരാതിക്കാരൻ എത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷെ പിന്നീട് ഏതാണ്ട് ഉച്ചയ്ക്ക് ഇയാളെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഈ ഫോൺ മടക്കി നൽകി എന്ന് എഴുതി വാങ്ങി. അതിനുശേഷം ഫോൺ മടക്കി നൽകി. ഇയാൾ വീട്ടിൽ പോയ ശേഷം വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഡിവൈഎസ്പി പറഞ്ഞു ഫോൺ വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ വീണ്ടും കൊണ്ടുവന്ന് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുകയാണ്. ഡിവൈഎസ്പി ആണ് ഇതിന്റെ അകത്ത് ഇത്തരത്തിലുള്ള ചില മുകളിൽ നിന്നുള്ള ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഫോണ് എഴുതി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. എഴുതി വാങ്ങിയതിനു ശേഷം ആ ഫോൺ കൊടുക്കുന്നു. അതിനുശേഷം ഇയാൾ ആ ഫോണുമായി വീട്ടിൽ പോയപ്പോൾ വീണ്ടും വിളിച്ചു വരുത്തി. ഡിവൈഎസ്പി പറഞ്ഞു ഫോൺ ഷാജി, എന്തിനാണ് ഈ പോലീസ് പറയുന്ന ന്യായം എന്താണ്? എന്തിനാണ് ഇവർ ഈ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുന്നത്? പോലീസിന്റെ ന്യായം എന്താണ്? എനിക്ക് ആ വീഡിയോ കണ്ടാൽ സ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. തീർച്ചയായിട്ടും നമ്മൾ ഇക്കാര്യം എടുക്കാനായിട്ട് ആലപ്പുഴ ഡിവൈഎസ്പിയുടെ മുൻപാകെ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്യാമറയിലൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഈ ഫോണിൽ നിന്ന് പരാതി വന്നു, ഞങ്ങൾ ആ പരാതി പരിശോധിച്ചു, പക്ഷെ അതിന്റെ അകത്ത് കഴമ്പില്ല, അതുകൊണ്ട് കേസ് എടുക്കുന്നില്ല. എന്ന് ക്യാമറയ്ക്ക് ഓഫ് ക്യാമറയിൽ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ ഫോൺ വീണ്ടും പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇത് എന്തൊരു കള്ളക്കളിയാണ് ഷാജി കേരളത്തിൽ ഈ നടക്കുന്നത്? തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ് ആലപ്പുഴ ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്ന് രാവിലെ നമ്മൾ സ്റ്റേഷനിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഫോൺ പിടിച്ചു വാങ്ങാനായിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾ പരിശോധിച്ചു, ഒന്നുമില്ല, അത് മടക്കി നൽകുന്നു എന്ന് പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ആ ഫോൺ കൊടുത്തതിന് ശേഷം അദ്ദേഹം വീണ്ടും നമ്മളെ വിളിച്ചു പറഞ്ഞു ആ ഫോൺ വീണ്ടും കൊണ്ടുചെല്ലാൻ പറഞ്ഞു. ഇപ്പോൾ ഡിവൈഎസ്പി പറഞ്ഞിട്ടാണ് ഫോൺ വാങ്ങി വെക്കുന്നത്. കാര്യം ഈ ഫോണിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കേസ് അതുകൂടെ വെച്ച് ചേർത്ത് ഒരു കേസ് എടുക്കാൻ മുകളിൽ നിന്ന് സ്വാഭാവികമായിട്ടും നിർദ്ദേശം വന്നു കാണും. കാര്യം മുഖ്യമന്ത്രിക്ക് അങ്ങനെയാണെങ്കിൽ ഈ പവർ കട്ടിനെതിരെ വീഡിയോ ഇടുന്നവരുടെ ഒക്കെ ഫോൺ ഇവർ പിടിച്ചോണ്ട് പോവോ? തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. കാര്യം നമുക്കറിയാം മുഖ്യമന്ത്രിയെ കുറിച്ചാണല്ലോ അതിനകത്ത് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. കാര്യം ഒരു വിമർശനത്തിന്റെ രീതിയിലാണല്ലോ പൂക്കി വന്നത്. അല്ലാതെ അദ്ദേഹത്തിനെ പുകഴ്ത്തുന്ന രീതിയിലാണ് പൂക്കി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ളൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം കൊടുക്കുകയും ഡിവൈഎസ്പി ഇത് വീണ്ടും പിടിച്ചു വാങ്ങി വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസ് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ഡിവൈഎസ്പി വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദീകരണം ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നില്ല. പക്ഷേ ഇയാളെ വിടുകയും അതോടൊപ്പം തന്നെ ഫോൺ കസ്റ്റഡിയിൽ വാങ്ങി വെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും വലിയ കള്ളക്കളി നടത്തുകയാണ് കേരള പോലീസ്. പവർ കട്ടിന്റെ പേരിൽ വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവിന്റെ, ഒരു പിതാവിന്റെ, അദ്ദേഹത്തിന്റെ മക്കൾക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ. അതിന്റെ പേരിൽ ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് ഈ ഫോൺ വിട്ടു നൽകിയെന്ന് എഴുതി വാങ്ങുന്നു.
ഡിവൈഎസ്പി എഴുതി വാങ്ങുന്നു. അതിനുശേഷം ഈ ഫോണുമായി വീട്ടിലേക്ക് പോവുകയാണ് ആ യുവാവ്. വീട്ടിലെത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും വിളി വരികയാണ്, നിങ്ങൾ ആ ഫോണുമായി വീണ്ടും എത്തണമെന്ന്. അങ്ങനെ ഫോണുമായി വീണ്ടും സ്റ്റേഷനിലെത്തുമ്പോൾ ആ ഫോൺ വീണ്ടും പിടിച്ചു വാങ്ങുകയാണ് പോലീസ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്.